സന്തോഷത്തിൻ്റെ സദ്വാർത്തയിലേക്ക് സ്വാഗതം. ഹൂദോസ് ഈത്തോ തിരുനാൾ സഭയുടെ ആരാധനക്രമോത്സവത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയായ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വേദഭാഗം നമുക്ക് ശ്രവിക്കാം. യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജെറുസലേമിലേക്ക് പോയി. കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു. അവൻ കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി അവരെയെല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശ തട്ടിമറിക്കുകയും ചെയ്തു. പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുവിൻ. എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്നെഴുതപ്പെട്ടിരുന്നത് അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. യഹൂദർ അവനോട് ചോദിച്ചു, ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരം ഉണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? യേശു മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാൻ അത് പുനരുദ്ധരിക്കും. യഹൂദർ ചോദിച്ചു, ഈ ദേവാലയം പണിയാൻ 46 സംവത്സരമെടുത്തു. വെറും 3 ദിവസത്തിനകം നീ ഇത് പുനരുദ്ധരിക്കുമോ? എന്നാൽ യേശു പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവൻ ഇത് പറഞ്ഞിരുന്നുവെന്ന് ഓർമ്മിക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമ്പോൾ ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദേവാലയ ശുദ്ധീകരണം എന്നറിയപ്പെടുന്ന ഈ വേദഭാഗം 4 സുവിശേഷങ്ങളിലും ഒരുപോലെ കാണപ്പെടുന്ന ഒരു സംഭവമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്ന ഈ സംഭവം മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലും, മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലും, ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 45 മുതൽ 48 വരെയുള്ള വാക്യങ്ങളിലും നാം കാണുന്നു. യോഹന്നാൻ്റെ സുവിശേഷം ഇത് യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അവതരിപ്പിക്കുന്നു. എന്നാൽ സമാന്തര സുവിശേഷങ്ങൾ ഇത് യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ അവസാനത്തിൽ യേശുവിൻ്റെ ജെറുസലേമിലേക്കുള്ള പ്രവേശനത്തിന് ശേഷം ആണ് ഇത് അവതരിപ്പിക്കുന്നത്. മറ്റ് കാര്യമായ വ്യത്യാസങ്ങളും യോഹന്നാൻ്റെ സുവിശേഷവും സമാന്തര സുവിശേഷങ്ങളും തമ്മിലുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രമേ ദൈവാലയ ശുദ്ധീകരണം പെസഹ തിരുനാളിൽ നടക്കുന്നതായി അവതരിപ്പിക്കപ്പെടുന്നുള്ളൂ. കന്നുകാലി, ആടുകൾ എന്നീ മൃഗങ്ങളെയും നാണയമാറ്റക്കാരെയും പറ്റിയുള്ള വിവരങ്ങൾ യോഹന്നാൻ വിശദീകരിക്കുന്നുണ്ട്. 14-ാം വാക്യത്തിൽ പെസഹ ക്രമീകരണം കണക്കിലെടുക്കുമ്പോൾ ഈ ഘടകങ്ങൾ തീർച്ചയായും അസ്ഥാനത്തല്ല. എന്നിരുന്നാലും യോഹന്നാൻ്റെ സുവിശേഷത്തിലെ യേശുവിൻ്റെ പ്രതികരണം വേഗമേറിയതും ശ്രദ്ധേയവുമാണ്. 15-ഉം 16-ഉം വാക്യങ്ങളിൽ നാം അവ കാണുന്നു. സമാന്തര സുവിശേഷങ്ങളിലെ അവതരണങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചരടുകൾ കൊണ്ടുണ്ടാക്കിയ ചാട്ട, ആടുകളെയും കന്നുകാലികളെയും കുറിച്ചുള്ള പ്രത്യേക പരാമർശം, പണം മാറ്റുന്നവരുടെ നാണയങ്ങൾ എന്നിവ പോലുള്ള ശ്രദ്ധേയമായ വിശദാംശങ്ങൾ യോഹന്നാൻ നൽകുന്നു. കൂടാതെ പ്രാവുകളെ വിൽക്കുന്നവരോടുള്ള യേശുവിൻ്റെ താക്കീത്, ഇവ ഇവിടെ നിന്ന് എടുത്തു മാറ്റൂ, എൻ്റെ പിതാവിൻ്റെ ഭവനം ഒരു ചന്തസ്ഥലമായി മാറ്റുന്നത് നിർത്തൂ, ഇവയെല്ലാം സമാന്തര സുവിശേഷങ്ങളെ യേശുവിൻ്റെ വാക്കുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഈ വേദഭാഗത്തെ നമ്മൾ സമീപിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ വേദഭാഗത്തിന് 2 ഭാഗങ്ങൾ ഉണ്ട്. അവൻ്റെ ശിഷ്യന്മാർ ഓർത്തു എന്ന വാചകമാണ് ഈ വിഭജനം സാധ്യമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ദേവാലയത്തിലെ യേശുവിൻ്റെ പ്രവർത്തനം വിവരിക്കുന്ന 1-ാം ഭാഗം
13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലും ഈ ഭാഗം അവസാനിക്കുന്ന അവൻ്റെ ശിഷ്യന്മാർ ഓർത്തു എന്ന വാചകം സങ്കീർത്തനം 69-ന്റെ 9-ാം വാക്യത്തിൻ്റെ ഉദ്ധരണിയായും നമ്മുടെ മുൻപിൽ യോഹന്നാൻ്റെ സുവിശേഷം അവതരിപ്പിക്കുന്നു. രണ്ടാം ഭാഗം ആരംഭിക്കുന്നത് ഒരു ചോദ്യത്തിലൂടെയാണ്. എന്ത് അടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുവാൻ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ നിനക്ക് അധികാരമുണ്ട് എന്നതിന് തെളിവായി എന്തടയാളമാണ് നീ കാണിക്കുവാൻ ഉദ്ദേശിക്കുന്നത്? പിന്നീടാണ് ദേവാലയത്തിലെ കുറിച്ചുള്ള പരാമർശവും 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലും പിന്നീട് യേശുവിൻ്റെ ശിഷ്യന്മാർ യേശു പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയും അവൻ പറഞ്ഞവ വിശ്വസിക്കുകയും ചെയ്യുന്ന പിൽക്കാല വിശ്വാസത്തിൻ്റെ ഒരു പ്രസ്താവന ആയി തൻ്റെ ശരീരം ആകുന്ന ദേവാലയത്തെപ്പറ്റി യേശു പറയുകയും തൻ്റെ പുനരുത്ഥാനത്തെ പറ്റിയും പീഡകൾ സഹിച്ചുകൊണ്ട് മരിക്കുന്നതിനെ പറ്റിയുമുള്ള പരാമർശങ്ങളും നമ്മൾ ഈ വേദഭാഗത്തിൻ്റെ രണ്ടാം ഭാഗത്ത് കാണുന്നു. യഹൂദരുടെ പെസഹ അടുത്തിരുന്നു. യേശു ജെറുസലേമിലേക്ക് പോയി. 13-ാം വാക്യം. ഈ വാക്യത്തോടു കൂടിയാണ് ഈ വേദഭാഗം ആരംഭിക്കുന്നത്. പെസഹായ്ക്ക് പാസ്ഹ ഉപയോഗിച്ചിരിക്കുന്നു. ഈ ഗ്രീക്ക് പദത്തിന് കഷ്ടപ്പെടുക എന്നർത്ഥമുള്ള പാസ്ഹീൻ എന്ന പദവുമായുള്ള സാമ്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പാസ്ഹീൻ എന്ന വാക്ക് വാസ്തവത്തിൽ പെസഹ എന്ന വാക്കിൽ നിന്ന് ഉരുത്തിരിഞ്ഞത് അല്ലെങ്കിലും ഇത് വളരെ ശ്രദ്ധേയമായൊരു സാമ്യമാണ്. ഇതിൻ്റെ വാചിക അർത്ഥത്തിലും ഈ വാക്യങ്ങൾ പരസ്പരം ഒരു ഭാഗത്ത് തന്നെ അവതരിപ്പിക്കുമ്പോഴും ഈ വാക്യങ്ങൾ യേശുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചും അവൻ്റെ കുരിശുമരണത്തെക്കുറിച്ചും ഒക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജെറുസലേം ക്രൂശീകരണത്തിൻ്റെയും സ്ഥലമാണ്. ഈ നഗരത്തിൻ്റെ ഭൂമിശാസ്ത്രമായ ഉയർച്ച അവൻ ജെറുസലേമിലേക്ക് കയറിപ്പോയി എന്ന് പറയുന്ന ആ പരാമർശത്തെ സ്വാഭാവികമായിട്ടെങ്കിലും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ അതേസമയം മനുഷ്യപുത്രൻ്റെ ഉയർത്തൽ എന്നതിൻ്റെ പ്രതീകാത്മക സൂചന ഈ വാക്യം നൽകുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാം വാക്യത്തിലും 8-ാം അധ്യായം 28-ാം വാക്യത്തിലും 12-ാം അധ്യായം 32-ാം വാക്യത്തിലും നമ്മൾ ഈ യേശുവിൻ്റെ ഭൂമിയിൽ നിന്നുള്ള ഉയർത്തലിനെ പറ്റി, തൻ്റെ കുരിശ് മരണത്തെപ്പറ്റി സൂചിപ്പിക്കുന്ന വാക്യങ്ങളായി യോഹന്നാൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. 18-ാം വാക്യത്തിൽ ആരംഭിക്കുന്ന യഹൂദരുമായുള്ള സംഭാഷണം മുൻപ് വിവരിച്ച പ്രവർത്തനങ്ങളിൽ നിന്നുള്ള പരിപ്രവർത്തനത്തെ വിശദീകരിക്കുന്നു. ഇത് ചെയ്യുന്നതിനുള്ള നിന്റെ അധികാരം നീ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് എന്ത് അടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? ഈ ആമുഖ ചോദ്യം വാസ്തവത്തിൽ ഒരു വിരോധാഭാസമാണ്. ഇവിടെ ആവശ്യപ്പെടുന്ന അടയാളം അധികാരത്തിൻ്റെ തെളിവിനെയല്ല സൂചിപ്പിക്കുന്നത്. പ്രത്യുത യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഉടനീളം നാം കാണുന്ന അടയാളം സെമയോൻ, യേശുവിൻ്റെ പ്രതീകാത്മ പ്രവർത്തനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ഒരു അനുഭവത്തെ, ഒരു സംഭവത്തെ ആഴത്തിലുള്ള അർത്ഥം വഹിക്കുന്ന മറ്റൊന്നിനെ സൂചിപ്പിക്കുവാൻ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ ഉപയോഗിക്കുന്ന ഒരു രചനാശൈലിയാണ് സെമയോൻ അല്ലെങ്കിൽ അടയാളങ്ങൾ എന്ന് പറയുന്നത്. അടയാളം അവസാനത്തിൽ വിശ്വാസത്തിലാണ് കലാശിക്കുന്നത്. ഇവിടെ യേശു നൽകുന്ന അടയാളം ദേവാലയത്തിൻ്റെ നശീകരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ദേവാലയം നശിക്കപ്പെട്ട് അതിനുശേഷം അത് യേശുവിൽ നവീകരിക്കപ്പെട്ട് പുനരുദ്ധരിക്കുന്നതിനെയാണ് അടയാളമായിട്ട് യേശു ഇവിടെ അവതരിപ്പിക്കുന്നത്. 3 ദിവസങ്ങൾ എന്ന പരാമർശവും ഈ വേദഭാഗത്ത് നാം കാണുന്നുണ്ട്. ഈ പരാമർശം യേശുവിൻ്റെ പുനരുത്ഥാനവുമായി അടുത്ത് ബന്ധമുള്ള വാക്കുകളാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് ഈ പരാമർശം മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 31-ാം വാക്യത്തിലും 9-ാം അധ്യായം 31-ാം വാക്യത്തിലും 10-ാം അധ്യായം 34-ാം വാക്യത്തിലും കോരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 4-ാം വാക്യത്തിലും യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 19-ാം വാക്യത്തിലും ഞാൻ ഉയർത്തെഴുന്നേൽക്കും എഗെയ്റോ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പദമാണ്, എഗെയ്റോ എന്ന ഈ ഗ്രീക്ക് പദമാണ് പുനരുത്ഥാനത്തെ സൂചിപ്പിക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിലുടനീളം ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. അത് 2-ാം അധ്യായം 23-ാം വാക്യത്തിലും 3-ാം അധ്യായം 2-ാം വാക്യത്തിലും 4-ാം അധ്യായം 48-ാം വാക്യത്തിലും 6-ാം അധ്യായം 2-ാം വാക്യത്തിലും 14, 26 വാക്യങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയും. ഇതുപോലെ പല ഭാഗങ്ങളിലായിട്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എഗെയ്റോ എന്ന ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. അതിനാൽ ഈ ഭാഗത്തിലെ പെസഹ, ജെറുസലേം, മുകളിലേക്ക് കയറിപ്പോകൽ,
അടയാളം, ഉയർത്തൽ, 3 ദിവസം, ഉത്ഥാനം എന്നിവയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ യേശുവിൻ്റെ പീഡാനുഭവത്തിലൂടെയും മരണത്തിലൂടെയുമുള്ള ദേവാലയ നവീകരണത്തെ സൂചിപ്പിക്കുന്നു. യേശുവിൻ്റെ പ്രവർത്തനം പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാരിലൂടെയുള്ള ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലിന് തുടർച്ചയായി കാണുന്നു. ഹെബ്രായർക്ക് ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം. ഈ ഉദ്ധരണി യേശുവിൻ്റെ ആസന്നമായ മരണത്തിലേക്കും നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. വിഴുങ്ങും എന്ന ഭാവി കാലത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം കറ്റാഫഗത്തായി, നശിപ്പിക്കും എന്നും വിവർത്തനം ചെയ്യാവുന്നതാണ്. ഇത് കുരിശുമരണത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. 69-ാം സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം ഈ വീക്ഷണത്തെ ശക്തമായിട്ട് പിന്തുണയ്ക്കുന്നുണ്ട്. കാരണം ശക്തനായ ശത്രുവിൻ്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു വ്യക്തിയുടെ ദൈവത്തോടുള്ള നിലവിളിയാണ് 69-ാം സങ്കീർത്തനം വിശദീകരിക്കുന്നത്. ഇതുപോലെ ദൈവത്തിൻ്റെ ഭവനത്തോടുള്ള തീഷ്ണത യേശുവിനെ വിഴുങ്ങുകയും അല്ലെങ്കിൽ യേശുവിനെ കൊല്ലുകയും ചെയ്യുന്നു എന്ന് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ ഈ ഒരു സങ്കീർത്തന ഭാഗം ഉപയോഗിക്കുന്നതിലൂടെ ആ സുവിശേഷം വായിക്കുന്ന ഏവരെയും ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യ ഭാഗത്തിൻ്റെ അവസാനത്തുള്ള ശിഷ്യന്മാരുടെ അനുസ്മരണം, നിന്റെ ഭവനത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങും അല്ലെങ്കിൽ എന്നെ മരിപ്പിക്കും. സങ്കീർത്തനം 69:9. ഈ വാചകത്തിന് 2 ഭാവങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇത് യേശുവിൻ്റെ പ്രവർത്തനത്തെ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി സ്ഥാപിക്കുന്നു. ഈ വിധത്തിൽ യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ പൂർവ്വകാലങ്ങളിൽ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ പ്രവാചകന്മാരിലൂടെ വന്നത് അതിൻ്റെ തുടർച്ചയായി കാണിക്കുകയും അതിൻ്റെ പൂർത്തീകരണം യേശുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് കാണിക്കുവാനുള്ള യോഹന്നാൻ സുവിശേഷകൻ്റെ ഒരു പരിശ്രമം കൂടിയാണ്. ഈ ഉദ്ധരണിയുടെ 2ാമത്തെ ഭാഗം ആസന്നമായ യേശുവിൻ്റെ മരണത്തിലേക്കും നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. വിഴുങ്ങും എന്ന് ഭാവി കാലത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ പദം കറ്റാഫഗത്തായി, ഇത് കുരിശുമരണത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. 69-ാം സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം ഈ വീക്ഷണത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ ഭവനത്തോടുള്ള തീഷ്ണത യേശുവിനെ വിഴുങ്ങുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ ദേവാലയത്തെ സൂചിപ്പിക്കുവാൻ സാധാരണ ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദമായ ഹൈറയോൺ 14-ാം വാക്യം 15 വാക്യങ്ങൾ, ഈ വേദഭാഗത്തിലെ 14-ഉം 15-ഉം വാക്യങ്ങൾ, അതുപോലെ തന്നെ 5-ാം അധ്യായം 14, 7-ാം അധ്യായം 14-ാം വാക്യം, 28-ാം വാക്യം, 8-ാം അധ്യായം 2, 20, 50, 10-ാം അധ്യായം 23-ാം വാക്യം, 11-ാം അധ്യായം 56-ാം വാക്യം, 18-ാം അധ്യായം 20-ാം വാക്യം എന്നീ വാക്യങ്ങളിലെല്ലാം ഈ ഒരു ഗ്രീക്ക് പദമായ ഹൈറയോൺ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വേദഭാഗത്ത് മാത്രം നാവോസ് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു. 19-ാം വാക്യത്തിലും 20-ലും 21-ലും ഈ പദം വേദഭാഗത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതിന് ദൈവശാസ്ത്രപരമായി വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ സുവിശേഷത്തിൽ ദേവാലയത്തെ സൂചിപ്പിക്കുവാൻ ഇവിടെ മാത്രമേ നാവോസ് എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളൂ. ഹൈറയോൺ പൊതുവെ ദേവാലയത്തെയും അതിൻ്റെ സമുച്ചയത്തെയും സൂചിപ്പിക്കുകയും അല്ലെങ്കിൽ ഒരു പുണ്യസ്ഥലത്തെ സൂചിപ്പിക്കുകയും ചെയ്യുന്ന പദമാണ്. എന്നാൽ നാവോസ് എന്ന പദത്തെ നമ്മൾ പരിവർത്തനം ചെയ്യുകയാണെങ്കിൽ ശ്രീകോവിൽ അല്ലെങ്കിൽ സാങ്ച്വറി എന്ന് പറയുന്ന ഏറ്റവും പവിത്രമായ, ഏറ്റവും പരിശുദ്ധമായ ദൈവത്തിൻ്റെ സാന്നിധ്യവും വാസസ്ഥലവുമായ ആ സ്ഥലത്തെ സൂചിപ്പിക്കുന്നു. പദാവലിയിലെ ഈ ഒരു മാറ്റം യേശുവിൻ്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും സൂചിപ്പിക്കുന്നതോടൊപ്പം ഇതിലൂടെ യേശു ദൈവത്തിൻ്റെ ആലയമാണ് എന്ന വസ്തുത സുവിശേഷം സ്ഥാപിക്കുവാനും പരിശ്രമിക്കുന്നു. ഈ ഭാഗത്തിന് പലരും പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകാറുണ്ട്. ചില വ്യാഖ്യാതാക്കൾ ദൈവക്രോധത്തെ ന്യായീകരിക്കുവാൻ ഈ വേദഭാഗം ഉപയോഗിക്കാറുണ്ട്. കാരണം അയോഗ്യരായ ആളുകളെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കുവാൻ കർത്താവ് ഒരു ആയുധം ഉപയോഗിച്ചു. അതൊരു ചാട്ടവാറാണ്, ചരട് കൊണ്ടുണ്ടാക്കിയ ഒരു ചാട്ടവാറ്. അക്രമാസക്തമായി നിൽക്കുന്ന യേശു എന്ന് തോന്നിക്കുമാറ് ഈ പ്രവൃത്തി യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം നാം കാണുന്ന ഒരു സംഭവമാണ്. മറ്റ് സമാന്തര സുവിശേഷങ്ങളിൽ സംഭവം അവതരിപ്പിക്കുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെയൊരു ഭാഗം കാണുവാൻ കഴിയുകയില്ല. യെരുശലേം ദേവാലയത്തിൽ നടക്കുന്ന അഴിമതി നിറഞ്ഞ സാമ്പത്തിക ഇടപാടുകൾക്കും വാണിജ്യ പ്രവർത്തനങ്ങൾക്കും എതിരെയാണ് യേശു പ്രതിഷേധിച്ചത് എന്ന വ്യാഖ്യാനവും പലരും പറയാറുണ്ട്. എന്നാൽ ഇത് വളരെ ദുർബലമാണ്. കാരണം യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുവിന് പ്രത്യേക വിശുസ്ഥലങ്ങൾ ആയിട്ട് അവതരിപ്പിക്കുന്നില്ല. കാരണം യോഹന്നാൻ 4:21 നമ്മൾ കാണുന്നുണ്ട്,
എവിടെയും ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും. ഈ മലയിലോ ആ മലയിലോ അല്ല, പിന്നെ സത്യത്തിലും വിശുദ്ധിയിലും കർത്താവിനെ ആരാധിക്കുന്ന സമയം വരുന്നു എന്നതൊക്കെ നമ്മൾ കൂട്ടിച്ചേർക്കുമ്പോൾ ദേവാലയത്തിലെ കച്ചവടത്തിനെതിരെയല്ല, പിന്നെയോ ജെറുസലേം ദേവാലയത്തിനെതിരെ കർത്താവ് ഒരു പ്രവചനം നടത്തുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ദേവാലയത്തിലെ വാണിജ്യ പ്രവർത്തനത്തിനെതിരെ യേശു പ്രതിഷേധിക്കുന്നു എന്ന സമീപനം തീർച്ചയായും ഈ സംഭവത്തിൻ്റെ സമാന്തര സുവിശേഷങ്ങളിലെ എൻ്റെ പിതാവിൻ്റെ ഭവനം പ്രാർത്ഥന ആലയമാണ് എന്നുള്ള ആ പരാമർശത്തെ ആശ്രയിച്ചിരിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എന്നാൽ സമാന്തര സുവിശേഷങ്ങളിൽ കാണുന്ന ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 11-ാം വാക്യം, യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 56-ാം അധ്യായം 7-ാം വാക്യത്തിൻ്റെ അവസാനം എൻ്റെ ഭവനത്തെ പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്നീ ഉദ്ധരണികൾ കൂടാതെ യേശുവിൻ്റെ കൂട്ടിച്ചേർക്കൽ കൂടെ ഈ സമാന്തര സുവിശേഷത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് 2-ാം ഭാഗം പറയുന്നത് എന്താണ്? എന്നാൽ നിങ്ങൾ അതിനെ കൊള്ളക്കാരുടെ ഗുഹയാക്കി. ഈ ഒരു വേദഭാഗവും ഉദ്ധരണികളും നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണാത്തത് കൊണ്ട് തൻ്റെ പിതാവിൻ്റെ ഭവനം ഒരു വ്യാപാര ഭവനമോ ഒരു ചന്തസ്ഥലവുമോ ആക്കുന്നതിന് എതിരെയുള്ള യേശുവിൻ്റെ പ്രബോധനത്തെ പറ്റിയാണ് യോഹന്നാൻ കൂടുതൽ ശ്രദ്ധേയമായി തൻ്റെ ആ തൂലിക ചലിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് യോഹന്നാൻ ജെറമിയ പ്രവാചകൻ്റെയും യേശയ്യാ പ്രവാചകൻ്റെയും ഉദ്ധരണി അവിടെ ഉപയോഗിക്കാത്തതും. യേശുവിൻ്റെ പ്രബോധനത്തിലേക്ക് വിരൽ ചുരിയുന്ന 16-ാം വാക്യം എംപോറിയോൻ എന്ന ആ ഗ്രീക്ക് പദം ദേവാലയത്തിൽ നടന്നിരുന്ന കച്ചവടത്തിൽ അനുചിതമായൊരു ദുരുപയോഗം നടക്കുന്നതായി അല്ലെങ്കിൽ ചെയ്യുന്നതായി ഒന്നും സൂചിപ്പിക്കുന്നില്ല. കാരണം വാസ്തവത്തിൽ ദേവാലയത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ നിലനിർത്തുന്നതിന് അത്തരം ഒരു വ്യാപാരം ആവശ്യമായിരുന്നു. ഈ വിധത്തിൽ നാം ഈ ഭാഗം വായിക്കുകയാണെങ്കിൽ സഖറിയ പ്രവാചകൻ്റെ പുസ്തകം 14-ാം അധ്യായം 21-ാം വാക്യത്തിൽ കർത്താവിൻ്റെ ഭവനത്തിൽ ഒരു വ്യാപാരം ഉണ്ടാകുകയില്ല എന്ന് വായിക്കുന്നത് പോലെ യേശുവിൻ്റെ ദേവാലയത്തെക്കുറിച്ചുള്ള ആ എസ്കത്തോളജിക്കൽ അല്ലെങ്കിൽ മെസ്സയാനിക് ആയിട്ടുള്ള പ്യൂരിഫിക്കേഷൻ ആണ് ഇവിടെ നടക്കുന്നത് നമുക്ക് വെളിപ്പെടുത്താൻ പറ്റും. അതായത് തൻ്റെ ജീവിതത്തിലൂടെ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ രക്ഷാകരമായ ചൈതന്യവും ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യം തന്നിലായിരിക്കുന്നത് പോലെ അനേകർക്കും അത് അനുഭവവേദ്യമാകും തൻ്റെ കുരിശുമരണത്തിലൂടെ ഉത്ഥാനത്തിലൂടെയും എന്ന് യേശു പറയുന്നതിന് ഈ വേദഭാഗം ഉപയോഗിക്കുന്നു. ഈ വേദഭാഗത്തിലെ യേശുവിൻ്റെ വാക്കുകൾ യഹൂദ ആരാധനയുടെയും യാഗങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പുനഃസ്ഥാപനത്തെയല്ല, പിന്നെയോ മാറ്റത്തെ ആണ് സൂചിപ്പിക്കുന്നത്. വാക്യം 16-ലെ ഭവനം ഓയിക്കോസ് എന്ന പദം ഉപയോഗിച്ചുള്ള വിശദീകരണം, എൻ്റെ പിതാവിൻ്റെ ഭവനം ഒരു വ്യാപാര ഭവനമാക്കി മാറ്റുന്നത് നിങ്ങൾ നിർത്തുക. ദൈവത്തിൻ്റെ വാസസ്ഥലത്തെ വെറും ഒരു വ്യാപാര സ്ഥലമായിട്ടോ ഒരു ആചാര അനുഷ്ഠാനത്തിനുള്ള സ്ഥലമാക്കി മാറ്റുന്നതിനെ കർത്താവ് ഇവിടെ എതിർക്കുകയാണ്. ഇത് ജെറുസലേം ദേവാലയത്തെക്കുറിച്ചുള്ള ഒരു കുറ്റപത്രം മാത്രമല്ല, പിന്നെയോ നവീകരിക്കപ്പെട്ട തികച്ചും വ്യത്യസ്തമായ ഒരു പുതിയ ദേവാലയത്തിൻ്റെ അല്ലെങ്കിൽ സഭയുടെ നിർമ്മിതിയെ സൂചിപ്പിക്കുന്നു. ഇത് യെരുശലേം ദേവാലയത്തിൻ്റെ സ്ഥാപനവൽക്കരണത്തിനോ പ്രാദേശികവൽക്കരണത്തിനോ ദൈവ സാന്നിധ്യത്തിനോ എതിരായുള്ള ഒരു പ്രവചനത്തിൻ്റെ സൂചന നമുക്ക് നൽകുന്നുണ്ട്. മനുഷ്യന് അപ്രാപ്യനായ ദൈവം മനുഷ്യരിൽ അന്തർലീനനായിരിക്കുന്നു എന്ന യോഹന്നാൻ സുവിശേഷത്തിൻ്റെ ക്രിസ്തു ദർശനത്തിന് ഈ വേദഭാഗം അടിവരയിടുന്നു. വചനം മാംസമായി തീർന്ന് നമ്മുടെ ഇടയിൽ വസിച്ചു. 3:14 ദൈവാരാധന ഈ മലയിലോ ആ മലയിലോ അല്ല, പിന്നെയോ എല്ലായിടത്തും. 4:21 ആത്മാവിലും സത്യത്തിലുമാണ് ചെയ്യേണ്ടത് എന്നുള്ള ഈ വചനങ്ങളെല്ലാം തന്നെ ക്രിസ്തു ദർശനത്തെ നമ്മളിലേക്ക് കൊണ്ടുവരികയും ദൈവത്തിൻ്റെ ആലയമായ ക്രിസ്തു നാം ഓരോരുത്തരെയും അവിടുത്തെ ആലയമാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. അഗ്രണ്യനായ ദൈവം മനുഷ്യാവതാരത്തിലൂടെ പുതിയ ദേവാലയമായ സഭയിലെ ഒരിക്കലും അവസാനിക്കാത്ത തൻ്റെ സാന്നിധ്യത്തിലൂടെ മനുഷ്യരാശിക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രമുള്ള ഈ വേദഭാഗത്തിൻ്റെ 2-ാം ഭാഗം നമ്മളെ ഉത്ബോധിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സ്ഥാപനപരമായ സാന്നിധ്യം അല്ലെങ്കിൽ ദേവാലയ പരിസരത്തുള്ള ഒരു സാന്നിധ്യത്തിന് ഉപരിയായി ദൈവത്തിൻ്റെ അവതാരമായ വാസസ്ഥലം യേശുവിൻ്റെ ശരീരവും പിന്നീട് നമ്മിലുള്ള ആ അവിടുത്തെ വാസസ്ഥലവും തമ്മിലുള്ള ആ വ്യത്യാസം വിവരിക്കുന്നതോടൊപ്പം വാസ്തവത്തിൽ ഈ വേദഭാഗം യേശു ദേവാലയം കൈവശമാക്കുന്നതിനെക്കുറിച്ച് മാത്രമല്ല, പിന്നെയോ യേശു നാം ഓരോരുത്തരെയും കൈവശമാക്കുകയും നാം ഓരോരുത്തരെയും തൻ്റെ ആലയമാക്കി തീർക്കുകയും ചെയ്തതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത്.
ലിറ്റററി ക്രിറ്റിസിസം ഉപയോഗിച്ച് ഈ വേദഭാഗത്തെ കൂടുതൽ അർത്ഥം മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. സ്വന്തം മരണം നൽകി യെരുശലേമിലെ ബലിയർപ്പണത്തിന് യേശു ശാശ്വതമായി വിരാമം നൽകി. യേശുവിൻ്റെ ഈ പ്രവർത്തനം നടന്നത് പെസഹ തിരുനാളിലാണ്. ഇസ്രായേലിനെ മരണത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും മോചിച്ചതിൻ്റെ സ്മരണയ്ക്കായി ആട്ടിൻകുട്ടികളെ ബലിയർപ്പിച്ചുകൊണ്ട് നടക്കുന്ന ആ അനുസ്മരണ ശുശ്രൂഷ എന്നേക്കുമായി നിൽക്കുന്നു. ഈ അനുസ്മരണ ശുശ്രൂഷയ്ക്ക് പകരമായി 2 വർഷത്തിന് ശേഷം ഇതുപോലുള്ള ഒരു പെസഹ തിരുനാളിൽ യേശു തന്നെ ബലിയർപ്പിക്കുകയും അങ്ങനെ യേശു ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി തീരുകയും ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യം. ദൈവം തൻ്റെ നാമവും മഹത്വവും അധിവസിപ്പിച്ച സ്ഥലമായിരുന്നു ജെറുസലേമിലെ ദേവാലയം. ദൈവ സാന്നിധ്യം ദൈവാലയത്തിൽ മാത്രം ഒതുങ്ങുന്നില്ലെങ്കിലും ശ്രീകോവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമാണെന്ന് പൊതുവെ യഹൂദർ മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ ഒരു കെട്ടിടത്തിന് മാത്രമല്ല, ഒരു വ്യക്തിയിലും ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാകുന്നു എന്നുള്ള പുതിയ ആലയത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ ഈ ദർശനം സൂചിപ്പിക്കുന്നത് മരിച്ച് ഉത്ഥാനം ചെയ്ത യേശു ജെറുസലേമിലെ ദേവാലയത്തിലെ പോലെ ദൈവജനത്തെ മുഴുവൻ ഒന്നിപ്പിക്കുന്ന ഐക്യത്തിൻ്റെ പ്രതീകമായി, ദൈവജനത്തിൽ മുഴുവൻ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായി നിൽക്കുന്നു എന്നുള്ളതാണ്. യേശു ദൈവത്തിൻ്റെ ആലയമാണെന്നുള്ള അനുമാനം തികച്ചും അറിവുള്ള വായനക്കാരന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം വായിക്കുന്ന അത്ര അറിവില്ലാത്ത വായനക്കാരുടെ പ്രതിനിധികളാണ് ആ യഹൂദർ പോലും. യഹൂദർ ചോദിക്കുന്ന ചോദ്യമുണ്ട് 20-ാം വാക്യത്തിൽ. ഈ ദേവാലയം പണിയാൻ 46 സംവത്സരം എടുത്തു, വെറും 3 ദിവസങ്ങൾക്കുള്ളിൽ നീ ഇത് പുനരുദ്ധരിക്കുമോ? വിശദീകരണത്തിലുള്ള ഒരു ന്യായമായ ഒരു ചോദ്യമായി നമുക്കിത് കാണാം. എന്നിരുന്നാൽ തന്നെയും അവർ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തെറ്റിദ്ധാരണയെ പറ്റിയുള്ള ഈ ഒരു വിശദീകരണം യോഹന്നാന്റെ സുവിശേഷത്തിൽ ഉടനീളം കാണാം. ഇവിടെ യോഹന്നാൻ ഒരു സെപ്പറേഷൻ കാണിക്കുകയാണ്. അതായത് ആഴത്തിലുള്ള സത്യം മനസ്സിലാക്കുന്ന വ്യക്തികളും ഉപരിപ്ലവമായി വാക്യങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് ആഴത്തിലുള്ള സത്യം മനസ്സിലാക്കാതെ തെറ്റിദ്ധരിക്കപ്പെടുന്നവരുമായിട്ടുള്ള ആ ഒരു വ്യത്യാസം, അല്ലെങ്കിൽ ദൈവരാജ്യത്തിനകത്തുള്ളവരും അല്ലെങ്കിൽ ദേവാലയം ആയിട്ട് ഉള്ളവരും ദേവാലയം അല്ലാത്തവരുമായിട്ടുള്ള ഒരു വ്യത്യാസം ഈ വേദഭാഗം നമുക്ക് നൽകുന്നു. യഹൂദർ യേശുവിൻ്റെ ദേവാലയം എന്ന ആ ഒരു ദർശനം സ്വീകരിക്കുന്നുണ്ടെങ്കിലും അവർക്ക് യേശു പറഞ്ഞത് ശരിയായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇതുകൊണ്ടാണ് യേശുവിനെക്കുറിച്ചുള്ള ആ ഒരു സത്യം മനസ്സിലാക്കുന്ന വ്യക്തികളും അത് മനസ്സിലാക്കാത്ത വ്യക്തികളും തമ്മിലുള്ള ഒരു വ്യത്യാസം യോഹന്നാൻ വീണ്ടും വ്യാഖ്യാനിക്കുകയാണ് 21-ാം വാക്യത്തിൽ. ഒരു വശത്ത് പ്രത്യക്ഷമായ ഈ ദേവാലയമായി യേശു തന്നെ അവതരിപ്പിക്കുകയും യേശുവിൻ്റെ മരണവും പുനരുത്ഥാനവുമുള്ള ആ ബന്ധത്തിലൂടെ മറുവശത്ത് ശരീരം എന്ന പദവും ഒരു അവ്യക്തത വർദ്ധിപ്പിക്കുന്നുണ്ട്. സോമ എന്ന ഈ പദം ദേവാലയത്തെ കുറിച്ചുള്ള നാവോസ് എന്ന പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരം എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. നാവോസും സോമായും ഒരുമിച്ച് ചേർത്തുകൊണ്ട് കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 19-ാം വാക്യത്തിൽ പൗലോസ്ലീഹ ഇത് വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ ഒരർത്ഥത്തിൽ ദേവാലയം എന്ന് യേശുവിൻ്റെ മരണത്തിൽ നിന്നും പുനരുത്ഥാനത്തിൽ നിന്നും തങ്ങളുടെ വ്യക്തിത്വം സ്വീകരിക്കുന്ന ഓരോ വിശ്വാസി സമൂഹത്തെയും വിളിക്കാം എന്നുകൂടി ഈ വേദഭാഗത്തിൻ്റെ വ്യാഖ്യാനം നമ്മളെ മനസ്സിലാക്കുന്നുണ്ട്. നമുക്കറിയാം, യഹൂദ ആചാരാനുഷ്ഠാനത്തിൻ്റെ അവിഭാജ്യ ഘടകമായ ഈ ദേവാലയം എന്നുള്ള ആ ഒരു ദർശനത്തിൽ നിന്ന് മനുഷ്യ ചരിത്രത്തിൽ ദൈവത്തിൻ്റെ എല്ലാവർക്കും വേണ്ടിയുള്ള പ്രവേശനം സാധ്യമാക്കുന്ന ദേവാലയം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിറസാന്നിധ്യവും എല്ലാവരിലും എപ്പോഴും ആയിരിക്കുന്ന ആ ഒരു സാന്നിധ്യത്തിലേക്കാണ് ഈ സുവിശേഷം യേശുവിലൂടെ എല്ലാവരെയും ക്ഷണിക്കുന്നത്. യേശുവിൽ നിന്ന് വിശ്വാസികളുടെ സമൂഹത്തിലേക്കുള്ള ദേവാലയത്തിലേക്കുള്ള ആ ഒരു മാറ്റം അന്തിമ വാക്യത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. ശിഷ്യന്മാർ അല്ലെങ്കിൽ സഭയുടെ പ്രതിനിധികളായ അവർ യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇതോർക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പീഡാനുഭവവും ഉത്ഥാനവും യേശുവിലുള്ള ദൈവത്തിൻ്റെ പ്രത്യേക സാന്നിധ്യം പോലെ സഭയിലെ അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നു. അതിനാൽ ഈ വേദഭാഗത്തിൻ്റെ സന്ദേശം ഹൂദോസ് ഈത്തോ അല്ലെങ്കിൽ സഭയുടെ നവീകരണം എന്ന വിഷയവുമായി നന്നായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ദൈവം കാണപ്പെടുന്നത് എല്ലാ പ്രതീക്ഷകൾക്കും വിരുദ്ധമായി, അല്ലെങ്കിൽ മനുഷ്യരുടെ എല്ലാ പ്രതീക്ഷകളും വിരുദ്ധമായി ജെറുസലേം ദേവാലയത്തിലോ ഒരു പ്രത്യേക സ്ഥലത്തോ സമയത്തോ അല്ല, പിന്നെയോ
യേശുവിൽ കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന വിശ്വാസികളുടെ സമൂഹമായ സഭയ്ക്കുള്ളിലും അവരോരോരുത്തരുടെയും സോമയിലുമാണ് എന്ന് ഈ വേദഭാഗം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ദൈവത്തിൻ്റെ ആലയമായ സഭയുടെ നവീകരണം എങ്ങനെയാണ് നടത്തേണ്ടതെന്നും ഈ വേദഭാഗം നമുക്ക് നൽകുന്നുണ്ട്. നവീകരണം എന്ന് പറയുമ്പോൾ യേശുവിൽ അത് നവീകരിക്കപ്പെടണം, വീണ്ടും കെട്ടിപ്പടുക്കണം. സ്ഥാപനവൽക്കരിക്കപ്പെട്ട, ആചാരങ്ങളിൽ മാത്രം അടിസ്ഥാനപ്പെട്ട, നിയമാനുസൃതമായ പ്രവർത്തനങ്ങളിൽ കേന്ദ്രീകൃതമാക്കപ്പെട്ട, ഒരു സ്ഥലത്തോ മാത്രം ശ്രദ്ധ വയ്ക്കുന്ന, രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു ആരാധന രീതിയിൽ അല്ലെങ്കിൽ ഒരു ദൈവാരാധന അല്ലെങ്കിൽ ദേവാലയത്തിൻ്റെ പ്രതീകത്തിൽ നിന്നാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ ചായ്വുകളും ഒഴിവാക്കിയുള്ള ഒരു നവീകരണമാണ് സഭയിൽ നടക്കേണ്ടതെന്ന് ഈ വേദഭാഗം നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഒരു യഥാർത്ഥ വിശ്വാസി ദൈവത്തിൻ്റെ ആലയമാണെന്നും ഈ സത്യത്തിൻ്റെ പവിത്രതയിൽ ജീവിക്കേണ്ടവനാണെന്നുള്ള ബോധവൽക്കരണം ഈ വേദഭാഗം നമുക്ക് നൽകുന്നുണ്ട്. പ്രശസ്ത ദൈവശാസ്ത്രജ്ഞനായ കാൾ റാനൽ ഒരിക്കൽ പറഞ്ഞു, ക്രിസ്ത്യാനികളുടെ മനോഭാവവും ജീവിത രീതിയുമാണ് നിരീശ്വരവാദത്തിന് ഈ ലോകത്ത് വേര് ഊന്നുന്നതിന് കാരണമായി നിൽക്കുന്നത്. കാരണം അവർ തങ്ങളുടെ അധരങ്ങൾ കൊണ്ട് ദൈവത്തെ പ്രഖ്യാപിക്കുകയും ജീവിതശൈലി കൊണ്ട് അവനെ നിഷേധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അവിശ്വാസി ലോകം അവിശ്വസനീയമായി കാണുന്നത്. ഒരുപക്ഷെ ദൈവത്തിൻ്റെ ഏറ്റവും നല്ല പ്രതിരോധം നമ്മളുടെ വിശ്വാസ്യത ഇല്ലാത്ത വായ് അടച്ചുകൊണ്ട് അവൻ നമ്മളോട് പറഞ്ഞതുപോലെ ജീവിക്കുക അല്ലെങ്കിൽ സാക്ഷികളായി ജീവിക്കുക എന്നതിലായിരിക്കും. അപ്പോൾ സുവിശേഷത്തിൻ്റെ അത്തരം ശക്തിയും ആകർഷണവും ഉണ്ടാകും. അതിൽ ആകർഷകരായി അനേകം യേശുവിൻ്റെ അനുയായികളായി തീരും എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത്. ഹൂദോസ് ഈത്തോ, സഭയുടെ നവീകരണത്തിൻ്റെ പെരുന്നാൾ. നമ്മളുടെ മതപരമായ ആചാരങ്ങൾ, സ്ഥാപനങ്ങൾ, കുടുംബം, വ്യക്തിജീവിതം എന്നിവയുടെ സ്ഥിതിഗതികൾ പുതുക്കുവാനുള്ള, നവീകരിക്കുവാനുള്ള ഒരു സാധ്യതയിലേക്ക് നമ്മളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് എതിരായിട്ട് ഈ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ഒരു തുറവിയുടേതല്ലാത്തതായ ഒരു സാഹചര്യത്തിലാണോ ജീവിക്കുന്നത് എന്ന് വിചിന്തനം ചെയ്യുവാനും അവലോകനം ചെയ്യുവാനും സഭാമക്കളെ ഹൂദോസ് ഈത്തോ തിരുനാൾ പ്രചോദിപ്പിക്കുകയും അവരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിലെ യഹൂദ മത നേതാക്കളെ പോലെ ദൈവത്താൽ വശീകരിക്കപ്പെട്ടതിൻ്റെ തീഷ്ണതയിൽ അല്ലെങ്കിൽ ദേവാലയം ആകുന്നു എന്നുള്ള ആ തീഷ്ണതയിൽ വിഴുങ്ങപ്പെടാതെ സ്വന്തം കെട്ടിടങ്ങളുടെ അധികാരം ദൈവസാന്നിധ്യമായി തുലനം ചെയ്യുന്ന കെണിയിൽ നാം ഓരോരുത്തരും വീഴുമെന്ന വലിയ അപകടം നമ്മൾ തിരിച്ചറിയണം. എല്ലാ സഭാപ്രവർത്തനങ്ങളും ആചാരങ്ങളും യേശുവിൻ്റെ ജീവിതത്തിലും മരണത്തിലും പുനരുത്ഥാനത്തിലും കേന്ദ്രീകരിക്കപ്പെട്ട ദൈവിക വെളിപാടിനാൽ നവീകരിക്കപ്പെടുവാൻ നമ്മളെ ക്ഷണിക്കുന്നു. ഹൂദോസ് ഈത്തോയുടെ സന്ദേശം അല്ലെങ്കിൽ സഭയുടെ നവീകരണത്തിനുള്ള ആഹ്വാനം ദൈവം എവിടെ വസിക്കുന്നു എന്ന ചോദ്യത്തിനുള്ള നമ്മുടെ ഉത്തരമാണ്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം നാം മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മളുടെ ജീവിതത്തിലൂടെ അത് സാക്ഷ്യപ്പെടുത്തുകയും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രവർത്തികളിലും അത് പ്രതിഫലിപ്പിക്കുകയും ചെയ്യുകയാണ് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. മിക്ക പ്രതീക്ഷകൾക്കും വിരുദ്ധമായി ദൈവം കാണപ്പെടുന്നത് യെരുശലേം ദേവാലയത്തിലോ മറ്റൊരു സ്ഥലത്തോ അല്ല, പിന്നെ യേശുവിൽ കേന്ദ്രീകൃതമായ സഭയിലുമാണെന്ന് തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. ഇതിനർത്ഥം ഇന്നത്തെ വിശ്വാസി സമൂഹം ദൈവത്തിൻ്റെ ആലയമാണ് എന്നുള്ളതാണ്. ആലയത്തിൻ്റെ ശുദ്ധീകരണം എന്ന ഈ സംഭവം ദൈവത്തിൻ്റെ വാസസ്ഥലമായി ദൈവത്തിൻ്റെ വാസസ്ഥലമായി യേശു ആയിരിക്കുന്നത് പോലെ അവനിൽ വിശ്വസിക്കുകയും ആ വിശ്വാസ സമൂഹം ഒരുമിച്ച് വരികയും ചെയ്യുമ്പോൾ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ വാസസ്ഥലമായി തീരുന്നു എന്നുള്ള ഒരു സത്യത്തിലേക്കും ആ സത്യം നമ്മൾ ഉയർത്തുന്നതായ ഒരു കോൺഫിഡൻസിലേക്കും നമ്മളെ നയിക്കുന്നുണ്ട്. ഹൂദോസ് ഈത്തോ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ, ഹെബ്രായർക്ക് ലേഖനം 9-ാം അധ്യായം 11 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ, വെളിപാട് പുസ്തകം 3-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലൂടെ ദൈവം വസിക്കുന്ന ദേവാലയത്തിൻ്റെ സവിശേഷതകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നു. പുതിയ നിയമത്തിലെ ദേവാലയ ദൈവശാസ്ത്രം പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളിൽ 3 വ്യത്യസ്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. സഭ, യഥാർത്ഥ വിശ്വാസി, യേശു. അത് യഥാർത്ഥ ആരാധന എന്ന അനുഭവത്തിൽ കലാശിക്കുന്നു. ഓരോ ക്രിസ്ത്യാനിയുടെയും കടമ സത്യാരാധനയാണ്. പ്രാർത്ഥന, ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരൽ, ഭക്തിപൂർവമായ അഭ്യാസങ്ങളുടെ നിർവഹണം, ബൈബിൾ വായന, കുമ്പസാരം, ദരിദ്രരെ സഹായിക്കൽ, രോഗികളെ പരിചരിക്കൽ, ഇങ്ങനെ നിരവധി രൂപങ്ങളിലുള്ള നമ്മളുടെ ഇനീഷ്യേറ്റീവ്സിൻ്റെ ആ ഒരു പ്രത്യേകതയെക്കുറിച്ചും ഈ സഭയുടെ നവീകരണം എന്നുള്ള തിരുനാൾ നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു.
ദൈവാരാധനയുടെ പശ്ചാത്തലത്തിൽ യേശുവും ഇതുതന്നെയാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശുവിനെ മിശിഹായെ മാത്രമല്ല, പിന്നെയോ ആരാധനാലയത്തിൻ്റെ യഥാർത്ഥ പകരക്കാരനായി കാണിക്കുവാൻ താല്പര്യപ്പെടുന്നു എന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തേണ്ടതില്ല. കാരണം ദൈവാലയം ആരാധനാലയമാണ്. ഈ ആരാധനാലയം മനുഷ്യരാശി എല്ലാവരും ആരാധിക്കേണ്ട പുതിയ ദൈവാലയമാണ്. ഈ ദൈവാലയമാവുന്ന യേശുവിൽ നമ്മൾ നമ്മെ തന്നെ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മളും ദൈവാലയങ്ങളായിത്തീരും. ഹൂദോസീത്തോ അല്ലെങ്കിൽ സഭയുടെ നവീകരണം നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കുന്ന ഒരു സത്യം ഇതുതന്നെയാണ്. നമ്മൾ ദൈവത്തിൻ്റെ ആലയങ്ങളായിത്തീരുന്നു. ആ ആലയങ്ങളുടെ പവിത്രതയെ സംരക്ഷിക്കുവാനായി നമ്മൾ ജീവിക്കുമ്പോൾ യേശുവിൻ്റെ യഥാർത്ഥ സാക്ഷികളായും സഭയുടെ നവീകരണത്തിൻ്റെ വക്താക്കളായും നമ്മൾ തീരുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.